പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ആഘാതത്തിൽ നിന്ന് ഇന്ത്യയിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ നടപടികൾ വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയണം. LPG പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ കരിഞ്ചന്തകൾക്കും പൂഴ്ത്തിവെപ്പിനും എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. YS അഭിനന്ദ് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അഭിനന്ദ്. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കേന്ദ്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ആഘാതം അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതം അത് രാജ്യത്തെ ബാധിക്കാത്ത തരത്തിൽ എങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തണമെന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്? ശ്രുതി, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അത് വലിയ രീതിയിലുള്ള ആഘാതമാണ് രാജ്യത്തുടനീളം സൃഷ്ടിച്ചതെന്ന് നേരത്തെ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായതിനു ശേഷമുള്ള മൂന്നാമത്തെ സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗമാണ് ഇന്നലെ ചേർന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. സാധാരണക്കാരെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഇടപെടൽ അത് വേഗത്തിലാക്കണമെന്നാണ് പ്രധാനമന്ത്രി മന്ത്രാലയങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. LPG പ്രതിസന്ധി അടക്കം പല സ്ഥലങ്ങളിലും രൂക്ഷമാണ്. വേണ്ട രീതിയിലുള്ള ഇടപെടൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ വ്യാപക പ്രതിസന്ധിക്കിടയിലും കരിഞ്ചന്തകളും പൂഴ്ത്തിവെപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരുകൾക്ക് നേരത്തെ കൺട്രോൾ റൂം തുറക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. കൺട്രോൾ റൂമുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കേന്ദ്രം ഉറപ്പാക്കണമെന്ന് ഇന്നലെ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിൽ വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ട്രംപിന്റെ പ്രസംഗം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു സുരക്ഷാതല മന്ത്രിസഭാ യോഗമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് കൂടുതൽ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തേണ്ടതുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ കപ്പലുകൾ കടക്കുവാൻ സാധിക്കുള്ളൂ. ഇതിന്റെ 18 കപ്പലുകളാണ് നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി. ഇന്നലെ പ്രീമിയം പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴും പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് വില വർദ്ധിക്കില്ല എന്നും ഇന്ധന പ്രതിസന്ധി ഇല്ലെന്നും ആവർത്തിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ശ്രുതി. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.